interaction. Mentally retarded ആയിപ്പോകും. രണ്ട് ബോഡി ഗ്രോത്തിന് റിട്ടാർഡ് ആയിപ്പോകും. റിട്ടാർഡ് ബോഡി ഗ്രോത്ത്. മൂന്നാമത്തേതാണ് poor pigmentation. ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ പിഗ്മെന്റ്സ് വരിക. നാല് poor hair growth. ഹെയർ ഗ്രോത്ത് വളരെ poor ആയിട്ട് പോകും. അങ്ങനെ നാല് കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് കൊണ്ടുപോയതായ ഒരു ജീനാണ് ഫിനൈലാലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞ ഒരു ജീൻ. ആ ഒരു ജീനായിരുന്നു ഈ നാല് ക്യാരക്ടേഴ്സിനെ നോർമൽ ആയിട്ട് കൊണ്ടുപോയത്. ആ ഒരു നാല് ക്യാരക്ടേഴ്സും കൊളാപ്സ് ആവാനുള്ള കാരണം ഈ ഒരു ജീൻ ഇല്ലാത്തതാണ്. അപ്പൊ ഈ ഒരു ജീൻ ഈ നാല് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്തിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ജീൻ നാല് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്തു. ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന പേരാണ് പ്ലിയോട്രോപിൻ. എക്സാമ്പിൾ ആണ് ഫിനൈലിക് കീറ്റോണുറിയ. അവിടെ ഫിനൈലാലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു ജീൻ ഇൻഎഫക്റ്റീവ് ആയി മാറുന്നു. ഇൻഎഫക്റ്റീവ് ആയി മാറുന്നതുകൊണ്ട് ഫിനൈലാലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഫിനൈലാലനിൻ തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യില്ല. പകരം ഫിനൈലാലനിൻ അവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഫൈനലി അത് ഫീനൈൽ തൈറോയിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ നാല് സിംപ്റ്റംസ് കാണിക്കും. ഒന്നാണ് മെന്റൽ റിട്ടാർഡേഷൻ, റിട്ടാർഡഡ് ഗ്രോത്ത്, പോർ പിഗ്മെന്റേഷൻ, പോർ ഹെയർ ഗ്രോത്ത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ നാല് കാര്യങ്ങളെ നോർമലായിട്ട് കൊണ്ടുപോയ ജീൻ ആയിരുന്നു ഫിനൈലാലനിൻ ഹൈഡ്രോക്സിലേസ്. ആ ഒരു ജീൻ ഇല്ലാതായതുകൊണ്ടാണ് നാല് കാര്യങ്ങളും കൊളാപ്സ് ആയി പോകുന്നത്, നശിച്ചു പോകുന്നത്, നാല് കാര്യങ്ങളും മാറി പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നാല് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയ ഒരു ജീനായിരുന്നു ഫിനൈലാലനിൻ ഹൈഡ്രോക്സിലേസ് ജീൻ. അപ്പൊ അതാണ് ഫിനൈലാലനിൻ ഹൈഡ്രോക്സിലേസ് ജീൻ. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലിയോട്രോപിൻ. ഓക്കെ ആണല്ലോ. നോൺമെന്റലി മോണോഹൈബ്രിഡ് ഇൻഫെക്ഷൻസിലെ അഞ്ചാമത്തെ കാര്യമാണ്, ഇത് പഠിക്കാറുള്ള അഞ്ചാമത്തെ കാര്യമാണ് പോളിജെനിക് ഇന്ററാക്ഷൻ. പോളിജെനിക് ഇന്ററാക്ഷൻ. ഓക്കെ ആണല്ലോ. മെന്റൽ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ജീനാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ കുറെ തവണ പറഞ്ഞു ഓരോ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീനാണ്. എന്നാൽ ഈ ഒരു കണ്ടീഷനിൽ മെനി ജീൻസ് ആയിരിക്കും വൺ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. മെനി ജീൻസ് അല്ലെങ്കിൽ മോർ ദാൻ വൺ ജീൻസ് കൺട്രോൾ വൺ ക്യാരക്ടർ. നോർമൽ കേസിൽ ഒരു ജീനാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുക. എന്നാൽ പോളിജെനിക്, പോളി മീൻസ് മെനി, ജെനിക് മീൻസ് ജീൻ. പോളിജെനിക് ഇന്ററാക്ഷൻ ഒന്നിൽ അധികം ജീനുകൾ ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ one character is controlled by more than one gene. ഇതിനെ നമ്മൾ polygenic interaction വിളിക്കുക. One character is controlled by more than one gene. That condition is called as polygenic interaction. Okay ആണല്ലോ. ഇതിന്റെ എക്സാമ്പിൾ ആണ് human skin color. ഒരു എക്സാമ്പിൾ ആണ്. human skin color. പിന്നെ human height ഒക്കെയാണ് എക്സാമ്പിൾ. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഹ്യൂമൻ സ്കിൻ കളർ, ഹ്യൂമൻ ഹൈറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ. നമ്മൾ എക്സാമ്പിൾ ആണ് ഹ്യൂമൻ സ്കിൻ കളറിന്റെ കേസ് പറയുകയാണ്. സ്കിൻ കളർ, ഹൈറ്റിന്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനില്ല. സ്കിൻ കളറിന്റെ എക്സാമ്പിൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ സ്കിൻ കളറിനെ തീരുമാനിക്കുന്നത് 3 ജീൻസ് ആണ്. ഹ്യൂമൻ സ്കിൻ കളറിനെ തീരുമാനിക്കുന്ന 3 ജീൻസ് ആണ്. AG, BG ആൻഡ് CG. ഇങ്ങനെ 3 കണ്ടീഷൻ ആണ്. 3 ജീനുകളാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുക. സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന 3 ജീനാണെന്ന് നമുക്ക് പറയാം. സ്കിൻ കളർ is an example for polygenic inheritance അല്ലെങ്കിൽ polygenic interaction എന്ന് പറയാം. ഓക്കെ ആണല്ലോ. മാത്രമല്ല ഇതിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. polygenic interaction സ്പെഷ്യാലിറ്റി ഉണ്ട്. It is influenced by environmental factors. For example പറയുകയാണെങ്കിൽ ഇതിന് environmental factorsനെ ഇൻഫ്ലുവൻസ് ചെയ്യും. For example പറയുകയാണെങ്കിൽ നമ്മൾ വെയിലത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയിലത്ത് ഒരുപാട് നേരം നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കളർ സ്ഥിരമായിട്ട് വെയിലത്ത് കളിക്കുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മുടെ സ്കിൻ കളർ ഡാർക്ക് ആയിട്ട് വരും, കൂടുതൽ ബ്ലാക്ക് ആയിട്ട് വരും. എന്നാൽ നമ്മൾ നല്ല എക്സാമ്പിളൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല വെളുത്ത് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി പോളിജനിക് ഇൻഫ്ലുവൻസിന്റെ പാർട്ടിക്കൽ സ്പെഷ്യാലിറ്റിയാണ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, വേറെ ഒന്നുമില്ല ഇതുപോലെ, ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. polygenic inheritance ന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് polygenic inheritance are influenced by environmental factors. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നോൺ മെന്റേലിയൻ മോണോഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അത് ഇത്രയൊക്കെയാണ് നോൺ മെന്റേലിയൻ മോണോഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. മെന്റൽ പഠിക്കാതെ പോയ മോണോഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഇത്രയൊക്കെയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിന്റെ അഞ്ചാമത്തേതാണ്. നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിന്റെ അഞ്ചാമത്തേത് വരുന്നതാണ്
polygenic inheritance. Polygenic inheritance. Poly means many. Inheritance means many genes ആണ് ഇൻഹെറിറ്റൻസിന് കാരണമാകുന്നത്. നമ്മുടെ നോർമലി നമുക്കറിയാം one character is controlled by one gene എന്ന് നമുക്കറിയാം. One character that is controlled by one gene എന്നുള്ള കാര്യം നമുക്കറിയാം. One character is controlled by one gene. പക്ഷെ ഇവിടെ അല്ല, many genes control one character, that is called as polygenic inheritance. Many genes control one character, that is called as polygenic inheritance. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഹ്യൂമന്റെ സ്കിൻ കളറും ഹ്യൂമൻ ഹൈറ്റും ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഹ്യൂമൻ സ്കിൻ കളർ, ഹ്യൂമൻ ഹൈറ്റ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹ്യൂമന്റെ സ്കിൻ കളർ എടുക്കാം. സ്കിൻ കളറാണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന 3 ജീൻസ് ആണ്. ജീൻ എ, ജീൻ ബി ആൻഡ് ജീൻ സി. ഇങ്ങനെ 3 ജീൻസ് ആണ് ഹ്യൂമൻ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് പല സിറ്റുവേഷനിൽ വരാം. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഭയങ്കര കളർ ആയിപ്പോവും. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് as നീഗ്രോ. ഭയങ്കര ബ്ലാക്ക് ആയിപ്പോവും. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് as നീഗ്രോ. ഇനി അടുത്ത് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്ന് വരാം. അപ്പം തീരെ കളറില്ല. നമ്മൾ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നല്ല വൈറ്റ് കളറിലിരിക്കും. നമ്മൾ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ആൽബിനോ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് ഹ്യൂമൻ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ കേസ്. 3 ജീനാണ് ഹ്യൂമന്റെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുക. എ ജീൻ, ബി ജീൻ ആൻഡ് സി ജീൻ. ഇങ്ങനെ 3 ജീനാണ് ഹ്യൂമന്റെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ ആണല്ലോ. അതുപോലെയാണ് ഹ്യൂമൻ ഹൈറ്റിന്റെ കേസിലും. ഇത് ഹ്യൂമൻ ഹൈറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനല്ല, ഹ്യൂമൻ സ്കിൻ കളർ മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി വേറൊരു കാര്യം, നമ്മൾ വെയിലത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വെയിലത്ത് നിന്ന് കളിക്കുകയാണെന്നിരിക്കട്ടെ കുറേ ദിവസങ്ങൾ. അപ്പോൾ നമ്മുടെ സ്കിൻ കളർ കൂടുതൽ ഡാർക്കായി വരും അല്ലേ? അപ്പോൾ കൂടുതൽ ബ്ലാക്ക് ആയിട്ട് വരും. ഇതാണ് ഹ്യൂമൻ സ്കിൻ കളറിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ അതായത് നമ്മൾ വെയിലത്ത് നിന്ന് കളിക്കുമ്പോൾ ആ വെയിൽ കൊണ്ട് നമ്മൾ കൂടുതൽ ഡാർക്ക് ആവുന്നു. അപ്പോൾ നമുക്ക് പറയാം എൻവയോൺമെന്റൽ ഫാക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ പോളിജനിക് ഇൻഹെറിറ്റൻസിന്റെ സ്പെഷ്യാലിറ്റി ആണ്. പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ environmental factors. It can be influenced by environmental factors. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള നോൺ മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ക്രോസ്. മെന്റൽ പഠിക്കാതെ പോയ മോണോഹൈബ്രിഡ് ക്രോസിൽ വരുന്ന പഠിക്കാതെ പോയ കാര്യങ്ങളാണ് നോൺ മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ക്രോസിൽ വരുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, co-dominance, multiple allelism, pleiotropy and polygenic inheritance. ഇത്രയാണ് വരിക. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് മെന്റൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. മെന്റലിന്റെ ഈ ജനിതക നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മെന്റലിന് മെയിൻലി 3 ലോസ് ഉണ്ട്. 3 ലോസ് ആണ് മെന്റൽ വന്നേക്കുന്നത്. അതിൽ 2 ഈസ് ബേസ്ഡ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസും ആൻഡ് ഒരെണ്ണം ബേസ് ചെയ്തിരിക്കുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ്. നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചിട്ടില്ല. ഡൈഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്ത് 1 ലോയും മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്ത് 2 ലോയും അല്ലേ? അപ്പൊ അത് കൊള്ളാം. 2നെ ബേസ് ചെയ്ത് 1 ലോയും, ഒന്നിനെ ബേസ് ചെയ്ത് 2 മോണോയെ ബേസ് ചെയ്ത് 2 ലോയും, ഡൈയെ ബേസ് ചെയ്ത് 1 ലോയും. ഒന്നിനെ ബേസ് ചെയ്ത് 2 ലോ, 2നെ ബേസ് ചെയ്ത് 1 ലോ അല്ലേ? ഒന്നിനെ ബേസ് ചെയ്ത് 2 ലോ, 2നെ ബേസ് ചെയ്ത് 1 ലോ. മോണോഹൈബ്രിഡിനെ ബേസ് ചെയ്തിട്ട് 2 ലോയും, ഡൈഹൈബ്രിഡിനെ ബേസ് ചെയ്തിട്ട് 1 ലോയും. ഇത്രയാണ് ഇവിടെ നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ ആണല്ലോ. നമ്മളെപ്പോലെ ഫസ്റ്റ് ലോ പഠിക്കാൻ പോവുകയാണ്. ലോ ഓഫ് ഡോമിനൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഡോമിനൻസ്. ലോ ഓഫ് ഡോമിനൻസിന്റെ പോയിന്റ്സ് ആണ്. മെന്റൽ പറഞ്ഞു, മെന്റൽ ജീൻ എന്നുള്ള കാര്യം അന്ന് മെന്റലിന്റെ സമയത്ത് ഈ മെന്റൽ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഈ എന്താണ് ജീൻ എന്നോ എന്താണ് DNA എന്താണ് ക്രോമസോം ഈ കാര്യങ്ങളൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഇല്ല മെന്റൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ മെന്റൽ ജീൻ എന്നുള്ള ടേം ഒന്നും മെന്റൽ അറിയില്ല. മെന്റൽ അതിന് പകരം യൂസ് ചെയ്തത് ഫാക്ടേഴ്സ് എന്നുള്ള ഒരു ടേം ആണ് മെന്റൽ യൂസ് ചെയ്തത്. ജീൻ എന്നതിന് പകരം മെന്റൽ യൂസ് ചെയ്ത ടേം ആണ് ഫാക്ടേഴ്സ് എന്നൊരു ടേം ആണ് മെന്റൽ യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ലോയുടെ പോയിന്റ്സ് പറയുകയാണ്. ഒന്നാണ് പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് പോയിന്റ് ആണ്
Characters are controlled by discrete units called factors. Characters are നമുക്കറിയാം characters are controlled by units called genes എന്നാണ് നമുക്കറിയാം. പക്ഷെ മെൻഡൽ പറഞ്ഞു characters are controlled by units called factors. അതായത് നമ്മുടെ ജീനിനെ മെൻഡൽ വിളിച്ച പേരാണ് factors എന്ന്. കാര്യം അന്ന് ജീൻ എന്നുള്ള കാര്യമൊന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് characters are controlled by factors. ഫാക്ടേഴ്സ് പറയുമ്പോൾ എന്താണ്? ജീൻസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത് പറഞ്ഞേക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാണ് ദിസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീൻസ് ഒക്കർ ഇൻ പേഴ്സ്. നമുക്കറിയാമല്ലോ രണ്ടെണ്ണം വരും, രണ്ടലയിൽ വരും. അച്ഛനിൽ നിന്ന് വരുന്ന ഒരലയിലും അമ്മയിൽ നിന്ന് വരുന്ന ഒരലയിലും കൂടെ ചേർന്നിട്ട് ജീൻസിന് രണ്ട് കോപ്പിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ് ആണ് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പേഴ്സ്. മൂന്നാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ എക്സാമ്പിൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലെ ഒരാൾ എക്സ്പ്രസ് ചെയ്യും, അടുത്ത ആള് റിസസീവ് ആയിട്ടിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്. പെയർ ഓഫ് ഫാക്ടർ ഡിസിമിലർ ആയിട്ട് വരികയാണെങ്കിൽ അതിലെ ഒരാൾ മാത്രം എക്സ്പ്രസ് ചെയ്യും, അതിൽ ഡൊമൈൻ അലിയിൽ മാത്രം എക്സ്പ്രസ് ചെയ്യും, റിസസീവ് അലിയിൽ അത് റിസസീവ് ആയിട്ട് തന്നെ ഇരിക്കും, എക്സ്പ്രസ് ചെയ്യാതിരിക്കും. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. പിന്നെ dissimilar pair of character. Dissimilar pair means heterozygous condition. In a dissimilar pair of factors, only dominant allele will get produce its effect. Only dominant allele will get expressed. Only dominant allele will express. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. Characters are controlled by units called factors and factors occur in pairs. And dissimilar pair of factors വരികയാണെങ്കിൽ only one allele will get expressed. അതിനെ വിളിക്കുന്ന പേരാണ് ഡോമിനന്റ് അലീലും അടുത്ത അലീലിനെ വിളിക്കുന്ന പേരാണ് റിസസീവ് അലീലും. ഇതാണ് ലോ ഓഫ് ഡോമിനൻസിന്റെ കേസ് വരുന്നത്. ലോ ഓഫ് ഡോമിനൻസ് ഇസ് നോട്ട് യൂണിവേഴ്സൽ. അത് എല്ലാ കേസിലും ഒബേ ചെയ്യുന്നില്ല. ഇത് ഒബേ ചെയ്യാത്ത കേസാണ്. ഇറ്റ് ഈസ് നോട്ട് ഒബേഡ് ഇൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസിലും കോഡോമിനൻസിന്റെ കേസിലും ഇത് ഒബേ ചെയ്യുകയില്ല. ഓക്കെ ആണല്ലോ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസിലും കോഡോമിനൻസിന്റെ കേസിലും ഈ ഒരു ലോ ഒബേ ചെയ്യുകയില്ല. ഓക്കെ ആണല്ലോ. ബാക്കി എല്ലാ കണ്ടീഷനിലും ലോ ഒബേ ചെയ്യും. അപ്പൊ ഈ ലോ യൂണിവേഴ്സൽ ലോ അല്ല. യൂണിവേഴ്സൽ മീൻസ് എല്ലാ കണ്ടീഷനിലും ഒബേ ചെയ്താലാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുക. ഈ രണ്ട് കേസിൽ ഒബേ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ യൂണിവേഴ്സൽ ലോ എന്ന് നമുക്കിതിനെ പറയാൻ കഴിയുകയില്ല. ഓക്കെ ആണല്ലോ. അടുത്തത് മെന്റലിന്റെ സെക്കൻഡ് ലോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് മെന്റലിന്റെ സെക്കൻഡ് ലോ നമ്മൾ പറയാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു മെന്റലിന്റെ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞു. അത് ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒരാൾ മാത്രം ഡോമിനൻസ് കാണിക്കും, ഒരാൾ മാത്രം എക്സ്പ്രസ് ചെയ്യും. അതാണ് ഡോമിനൻസ് പറയുക. ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എക്സാമ്പിൾ ക്യാപിറ്റൽ ടി സ്മോൾ ടിയിൽ ഒരാൾ മാത്രം എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡോമിനൻസ് വിളിക്കുക. ഓക്കെ അല്ല. പക്ഷെ അത് ഒബേ ചെയ്യാത്ത കണ്ടീഷനാണ് കോഡോമിനൻസ്. കോഡോമിനൻസ് രണ്ടുപേരും ഡോമിനൻസ് കാണിക്കും, രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും. പിന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ ഡോമിനൻസ് കാണിക്കും, പക്ഷെ ആ ഡോമിനൻസ് കംപ്ലീറ്റ് ആകുന്നില്ല. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ ആണല്ലോ. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് നമ്മൾ അടുത്ത് പറഞ്ഞത്. ഇത് രണ്ടും മോണോഹൈബ്രിഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ദിസ് ലോ ഈസ് ഓൾസോ കോൾഡ് ഓർ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്സ് എന്നും കൂടി പറയും. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്സ് എന്നും കൂടി ഒരു പേരുണ്ട് ഇതിന്. ലോയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്സ്. അത്രേ ഉള്ളൂ. ഗ്യാമീറ്റ് ഫോർമേഷൻ എത്രയാണ് പറയുന്നത്? നമുക്കറിയാമല്ലോ ഗ്യാമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇത്രയേ ഉള്ളൂ. ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസ് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസ് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഇപ്പൊ ഒരു പെയർ ആണെന്നിരിക്കട്ടെ, ഇതാ ഒരു പെയർ ഓഫ് അലീൽസ് ആണുള്ളത്. ഒരു പെയർ ഓഫ് അലീൽസ് ആണ്. ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഇവർ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോരുത്തരും ഓരോ ഗ്യാമീറ്റിലേക്ക് എൻ്റർ ചെയ്യും. അതായത് ഒരു ഗ്യാമീറ്റിൽ ഒരു ക്യാരക്ടറിന്റെ ഒരലീൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഒരു ഗ്യാമീറ്റിൽ ഒരു ക്യാരക്ടറിന്റെ ഒരലീൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലെങ്കിൽ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്സ്. അതായത് ഒരു ഗ്യാമീറ്റിൽ ഒന്നുകിൽ ഡൊമൈൻ അലീൽ അല്ലെങ്കിൽ റിസസീവ് അലീൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും
ഹെട്രോസൈഗസ് കണ്ടീഷൻ വരില്ല. ഇങ്ങനെ വരുന്നതാണ് ഇംപ്യൂർ എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നാൽ ഇംപ്യൂർ ആയിരിക്കും. ഇത് പ്യുവർ ആണ്, ഇത് പ്യുവർ ആണ്, ഇതും പ്യുവർ ആണ്, ഇതും പ്യുവർ ആണ്. ഇത്രയും കണ്ടീഷൻസ് പ്യുവർ കണ്ടീഷൻസ് ആണ്. ഇത് മാത്രമാണ് ഇംപ്യൂർ. ഗ്യാമീറ്റ്സ് ഒരിക്കലും ഇങ്ങനെ വരാത്തതുകൊണ്ട് ഗ്യാമീറ്റ്സ് എല്ലായ്പ്പോഴും പ്യുവർ ആയിരിക്കും. അതാണ് ഗ്യാമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ഇതാണ് പറയുന്നത്. ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ alleles segregate from each other and enter into gamete. എങ്ങനെ? One gamete contain only one allele for a character. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഗ്യാമീറ്റ് ഫോർമേഷൻ സമയത്ത് അലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് ഈ അലീൽസ് ഗ്യാമീറ്റിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. എങ്ങനെയെന്നാൽ ഒരു ഗ്യാമീറ്റിന്റെ ഉള്ളിൽ ഒരു ക്യാരക്ടറിന്റെ ഒരലീൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലെങ്കിൽ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്സ് എന്ന് വിളിക്കുക. ഗ്യാമീറ്റ്സ് എല്ലായ്പ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഇതാണ് ഗ്യാമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. അതായത് ഒരു അലീൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഗ്യാമീറ്റ്സ് എല്ലായ്പ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. അതുകൊണ്ട് ഗ്യാമീറ്റ്സ് ഈ ഒരു കണ്ടീഷനിൽ വരില്ല. ഈ ഒരു കണ്ടീഷൻ വന്നാൽ മാത്രമാണ് ഇംപ്യൂർ എന്ന് പറയുക. ഗ്യാമീറ്റ് ഒന്നുകിൽ ഇങ്ങനെയോ ഒന്നുകിൽ ഇങ്ങനെയോ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ഗ്യാമീറ്റ്സ് എല്ലായ്പ്പോഴും എന്താണ് പ്യൂർ ലൈൻസ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ ആണല്ലോ. ഈ ലോ യൂണിവേഴ്സൽ ആണ്. ഈ ലോ എല്ലാ കണ്ടീഷനിലും ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദിസ് ലോ ഈസ് യൂണിവേഴ്സൽ. ഇമ്പോർട്ടന്റ് ആണ്. മെന്റലിന്റെ 3 ലോയിൽ ഈ ഒരു ലോ മാത്രമാണ് യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ മീൻസ് എല്ലാ സമയത്തും ഒബേ ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ മെന്റലിന്റെ ഈ ലോ യൂണിവേഴ്സൽ ലോ ആണ്. എല്ലാ കേസിലും ഇത് ഒബേ ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2 ക്രോസുകളാണ്, ബാക്ക് ക്രോസ് ആൻഡ് ടെസ്റ്റ് ക്രോസ്. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 ക്രോസുകളാണ്. ക്രോസ് മീൻസ് ക്രോസ് പോളിനേഷൻ ആണ്. ബാക്ക് ക്രോസും ആൻഡ് ടെസ്റ്റ് ക്രോസ്. 2 കാര്യങ്ങളാണ് ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും. നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസ് അറിയാമല്ലോ. ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി ചെയ്തപ്പോൾ ഇവിടെ നിന്നും ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റ് കിട്ടി, ഇവിടെ നിന്നും സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റ് കിട്ടി. രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും തമ്മിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്തു. അപ്പോൾ ഇത് ടോൾ പ്ലാന്റ് കിട്ടി. ഇതായിരുന്നു F1 ജനറേഷൻ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഫീലിയർ ജനറേഷൻ. ഇനി എന്താണ് ബൈക്രോസ് എന്ന് പറയുകയാണ്. ഈ F1 പ്രോജനിയെ ബൈക്കിലേക്ക് കൊണ്ടുപോയി ഒന്നുകിൽ ഇതുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ടോ ഇതിൽ ഏതെങ്കിലും ഒരു പാരന്റിനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു F1 പാരന്റിനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് F1 പ്രോജനി ഇൻറ്റു എനി വൺ പാരന്റ്. ഒന്നുകിൽ ക്യാപിറ്റൽ ടി ആവാം അല്ലെങ്കിൽ സ്മോൾ ടി ആവാം. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു പാരന്റുമായി കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് ക്രോസ്. ബൈക്കിലേക്ക് കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നതാണ് ബാക്ക് ക്രോസ്. ബൈക്കിലേക്ക് കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നതാണ് ബാക്ക് ക്രോസ്. പിന്നിലേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു പാരന്റൽ പ്ലാന്റിനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നു. ഇതാണ് ബാക്ക് ക്രോസ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത പറയുന്നത് ടെസ്റ്റ് ക്രോസ് ആണ്. നമ്മൾ അടുത്ത പറയുന്നത് ടെസ്റ്റ് ക്രോസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഏതുമല്ല, ഈ ഒരു കേസിൽ ഈ F1 പ്രോജനിയെ ഇതുമായിട്ട് തന്നെ ക്രോസ് ചെയ്യണം. റെസസീവ് പാരന്റുമായിട്ട് തന്നെ ക്രോസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. ഓക്കെ ആണല്ലോ. അപ്പൊ F1 പ്രോജനി ഇൻറ്റു റിസസീവ് പാരന്റ്. എനി വൺ ഓഫ് ദ പാരന്റ് ആയി കഴിഞ്ഞാൽ ഇതായി പോകും. ഓക്കെ ആണല്ലോ. ബൈക്രോസ് എന്ന് പറയുന്നത് F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈക്രോസ് എന്ന് പറയുന്നത്. എന്നാൽ F1 പ്രോജനിയെ ഈ റിസസീവ് പാരന്റുമായി തന്നെ ക്രോസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. ഓക്കെ ആണല്ലോ. എന്തുകൊണ്ടാണ് അറിയുമോ ഇതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുന്നത്? ഇത് കുറെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഡെഫിനേഷൻ അനുസരിച്ച് F1 പ്രോജനി എന്ന് തന്നെ പറയണം. പക്ഷെ ഏതൊരു പ്രോജനിയും നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് ക്രോസ് ചെയ്യാം. ടെസ്റ്റ് ക്രോസോ ബൈക്രോസോ ചെയ്യാം. ഇവിടെയും F1 ആസ് പെർ ഡെഫിനേഷൻ നമ്മൾ F1 പ്രോജനി എന്ന് തന്നെ പറയണം. എന്നാൽ നമുക്ക് F1നെയോ F2നെയോ F3യോ ഏതൊരു പ്ലാന്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ടെസ്റ്റ് ക്രോസ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണല്ലോ. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു ടോൾ പ്ലാന്റ് എടുക്കുകയാണ്. ടോൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി ആവാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം. നമുക്കറിയില്ല ഏത് പ്ലാന്റ് ആണ്. നമുക്ക് ഒരിക്കലും ജീനോടൈപ്പ് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്കൊരു ടോൾ പ്ലാന്റ് കിട്ടിയാൽ അത് ക്യാപിറ്റൽ ടി ആണോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ല. അത് നമുക്ക് അറിയണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് ജീനോടൈപ്പ് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്യാം. അപ്പൊ ടെസ്റ്റ് ക്രോസ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ജീനോടൈപ്പ് ഓഫ് എ പ്ലാന്റ്.
അപ്പോൾ ജീനോടൈപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ടെസ്റ്റ് ക്രോസ് നമുക്ക് ജീനോടൈപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ക്യാപിറ്റൽ ടി എന്ന പ്ലാന്റിനെ നമുക്ക് ടെസ്റ്റ് ക്രോസ് ചെയ്യുക. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും റിസസീവ് പാരന്റുമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഗ്യാമീറ്റ് കിട്ടും. ക്യാപിറ്റൽ ടി ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രം ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നിന്നും ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രം കിട്ടും. രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് ടോൾ പ്ലാന്റ് ആയിരിക്കും. എല്ലാവരും ടോൾ പ്ലാന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതായത് നമ്മളൊരു ടെസ്റ്റ് ക്രോസ് ചെയ്തു. ടെസ്റ്റ് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാ പ്ലാന്റും ഒരേ ടൈപ്പ് ആണെങ്കിൽ ഉറപ്പാണ് ഈ പ്ലാന്റ് ഹോമോസൈഗസ് ആണ്. ഈ ടോൾ പ്ലാന്റ് ഹോമോസൈഗസ് ടോൾ പ്ലാന്റ് ആണ്. കാര്യം എന്തെന്നാൽ കിട്ടിയ എല്ലാ പ്ലാന്റും എല്ലാ പ്രോജനികളും ഒരേ ടൈപ്പ് ആയിരുന്നു. ടോൾ പ്ലാന്റ് തന്നെയായിരുന്നു, ഒരേ ടൈപ്പ് തന്നെയായിരുന്നു. എന്നാൽ നമുക്ക് ഇവിടെ നോക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു സ്മോൾ ടി. നമുക്കറിയാം എല്ലായ്പ്പോഴും ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് റെസസീവ് പാരന്റുമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്യാമീറ്റ്സ് പറയുമ്പോൾ ക്യാപിറ്റൽ ടി ഗ്യാമീറ്റും കിട്ടും, സ്മോൾ ടി ഗ്യാമീറ്റും കിട്ടും. എന്നാൽ ഇവിടെ സ്മോൾ ടി ഗ്യാമീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും തമ്മിൽ കമ്പൈൻ ചെയ്താൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. ഈ സ്മോൾ ടിയും തമ്മിൽ കമ്പൈൻ ചെയ്താൽ സ്മോൾ ടി കിട്ടും. ഇത് ടോൾ പ്ലാന്റ് ആണ്, ഇത് ഡ്വാർഫ് പ്ലാന്റ് ആണ്. അപ്പോൾ ടോൾ ഈസ് ടു ഡോട്ട് 1:1 റേഷ്യോ നമുക്ക് കിട്ടും. 1:1 റേഷ്യോ കിട്ടും. അതാണ് ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി. ഇവിടുത്തെ ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഈസ് ടെസ്റ്റ് ക്രോസ്. നമ്മൾ F1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണല്ലോ F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണല്ലോ. അപ്പോൾ F1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1:1 ആണ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്യുന്നത്? ടെസ്റ്റ് ക്രോസ് ഒരു പ്ലാന്റ്, ഒരു ടോൾ പ്ലാന്റ് ക്യാപിറ്റൽ ടി ആവാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം. ഇത് ക്യാപിറ്റൽ ടി ആണോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ, അതായത് ജീനോടൈപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ക്യാപിറ്റൽ അതായത് ഹോമോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ പ്ലാന്റും ഒരേ ടൈപ്പ് പ്ലാന്റ് തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത് ഹോമോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ പ്ലാന്റും ഒരേ ടൈപ്പ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരേ ടൈപ്പ് പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ചെയ്ത് ഹോമോസൈഗസ് പ്ലാന്റിനെ ആയിരുന്നു നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഹോമോസൈഗസ് ആണെന്നുള്ള കാര്യം. എന്നാൽ ഹെറ്ററോസൈഗസ് പ്ലാന്റിനെ ആണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് പ്രോജനി കിട്ടും. ഞങ്ങൾ രണ്ട് ടൈപ്പ് പ്രോജനി 1:1 റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്ത പ്ലാന്റ് ഹെറ്ററോസൈഗസ് പ്ലാന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഹോമോസൈഗസ് പ്ലാന്റിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ടൈപ്പ് പ്ലാന്റിനെ മാത്രമായിരിക്കും. എന്നാൽ ഹെറ്ററോസൈഗസ് പ്ലാന്റിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് പ്ലാന്റ് കിട്ടും, 1:1 റേഷ്യോ കിട്ടും. അതുകൊണ്ട് ഈ 1:1 റേഷ്യോ ഇത് ആർക്കുള്ള റേഷ്യോ എന്നറിയാമോ? ടെസ്റ്റ് ക്രോസിന്റെ റേഷ്യോ ആണ്. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആണ് 1:1. 1:1 is monohybrid test cross ratio. It is monohybrid test cross ratio. ഓക്കെ ആണല്ലോ. അപ്പോൾ ബയോക്രോസും ടെസ്റ്റ് ക്രോസും as per definition രണ്ടും F1 പ്രോജനി ആണ് വരിക. F1 പ്രോജനി എനി വൺ ഓഫ് ദ പാരന്റ് ആണെങ്കിൽ ബയോക്രോസും, F1 പ്രോജനിയെ റെസസീവ് പാരന്റുമായിട്ടാണെങ്കിൽ ടെസ്റ്റ് ക്രോസും. ഓക്കെ ആണല്ലോ. ഇത് ഏത് പാരന്റും ആവാം, ഇത് റെസസീവ് പാരന്റ് തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്ക് പറയാം ടെസ്റ്റ് ക്രോസ് ഒരു തരത്തിലുള്ള ബയോക്രോസ് ആണ്. കാരണം ഇതിൽ ഏത് പാരന്റും ആവാം, ഏത് പാരന്റിൽ ഒരു പാരന്റ് ആണല്ലോ റെസസീവ് പാരന്റ്. അപ്പൊ നമുക്ക് പറയാം ടെസ്റ്റ് ക്രോസ് ഈസ് എ ടൈപ്പ് ഓഫ് ബയോക്രോസ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ടെസ്റ്റ് ക്രോസ് ഈസ് എ ടൈപ്പ് ഓഫ് ബയോക്രോസ് വിത്ത് റെസസീവ് പാരന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ.